ശരി ശ്രീജയേന്ദ്രൻ, ഇപ്പോൾ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ശ്രീജയേന്ദ്രൻ കുറ്റപത്രം വരട്ടെ എന്നാണല്ലോ പാർട്ടി കാത്തിരിക്കുന്നത്. പക്ഷെ പത്മകുമാറുമായി ബന്ധപ്പെട്ട് കോടതി തുടർച്ചയായി പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും പറയുന്നു പത്മകുമാർ പുറത്തിറങ്ങിയാൽ അപകടമാണ്, പത്മകുമാറിന് വലിയ ബന്ധങ്ങളാണെന്ന് പറയുന്നു, വലിയ സ്വാധീനമാണെന്ന് പറയുന്നു. ആ സ്വാധീനം എന്ന് പറയുന്നത് എവിടെയാണ്? ഭരണത്തിലിരിക്കുന്നവരുമായിട്ടായിരിക്കുമല്ലോ ആ സ്വാധീനം. അതേക്കുറിച്ച് കോടതി എന്ന് പറയുകയാണ്. ഈ ഘട്ടത്തിലും പാർട്ടി പത്മകുമാറിനൊപ്പമാണോ എന്ന ചോദ്യം വരുമ്പോൾ അതിന് മറുപടി വേണ്ടത് പാർട്ടിയിൽ നിന്നാണ്. അല്ല, ഈ 19-ാം തീയതി അതായത് മിനിഞ്ഞാന്ന് തലേ ദിവസം ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നതിന്റെ ലാസ്റ്റ് പേജ് നമ്പർ 9, 17ാമത് ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് സെന്റൻസ്, ദ മാറ്റർ ഷാൽ ബി പോസ്റ്റഡ് ഓൺ അതിന് മുമ്പുള്ള ഒരു വാചകമുണ്ട്. 17ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഹാവിംഗ് കെയർഫുള്ളി എക്സാമിൻഡ് ദ പ്രോഗ്രസ് റിപ്പോർട്ട് ആൻഡ് ദ submissions made, we are satisfied with the investigation carried out thus far. ഇതുവരെ നടക്കുന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് എന്ന് തന്നെയാണല്ലോ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തതയോട് പറയുന്നത്. അതുകൊണ്ടെന്താ പിന്നെ അതുകൊണ്ട് ജാമ്യാപേക്ഷ വരുമ്പോഴേക്ക് അത് പരിഗണിക്കുന്ന കോടതിക്ക് അവരുടേതായ നിഗമനങ്ങളിലെത്താനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട്. അതുകൊണ്ട് മറ്റൊരു കാര്യമുള്ളത്, ഈ സ്വാഭാവിക ജാമ്യത്തിന്റെ കാര്യം താങ്കൾ ആദ്യം ചോദിച്ചിരുന്നല്ലോ, എന്നോടല്ല, ഈ ചർച്ചയിൽ ചോദിച്ചിരുന്നല്ലോ. സ്വാഭാവിക ജാമ്യം ഈ കുറ്റപത്രം 60 ദിവസത്തിനും കൊടുക്കാൻ കഴിയാതിരുന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിരുന്നു. DSSCയുടെ സയന്റിഫിക് റിപ്പോർട്ട് വരാത്തതിന്റെ പേരിലാണെന്നുള്ളത്. ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല ചാർജ് ഷീറ്റ് ഉടൻ തന്നെ ഫ്രെയിം ചെയ്യും എന്ന് SIT വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതാണ് നിലയിൽ നിൽക്കുന്നു. പിന്നെ സ്വാഭാവിക ജാമ്യം കിട്ടാൻ അർഹതയുള്ള ഒരാൾ പുറത്തു വന്നാൽ കൂടുതൽ അപകടകരമാണെന്നൊക്കെ തോന്നുന്നെങ്കിൽ അതിനനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ടല്ലോ, അത് ചെയ്തോട്ടെ. SITയുടെ അന്വേഷണത്തെ കുറിച്ചല്ലോ ശ്രീജയേന്ദ്രൻ അങ്ങയോട് ചോദിച്ചത്, CPM എടുക്കുന്ന നിലപാടിനെ കുറിച്ചാണല്ലോ. പത്മകുമാറിന് പുറത്തിറങ്ങിയാൽ സ്വാധീന ശക്തിയുള്ള ആളാണ്, വലിയ സ്വാധീന ശക്തിയുള്ള ആളാണെന്ന് പറയുമ്പോൾ ആ സ്വാധീനം എവിടേക്കാണെന്നാണ് കോടതി പറയുന്നത് വ്യക്തമാണല്ലോ. ആ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോഴും പാർട്ടിയുടെ കമ്മിറ്റിയിൽ തുടരുന്നത്, ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നത് പത്മകുമാർ അല്ലേ? CPM ഇക്കാലത്ത് നിലപാട് വ്യക്തമാക്കുക മാത്രമല്ല, ഈ ജാമ്യം കൊടുക്കുന്നതോ കൊടുക്കാതിരിക്കുന്നതോ CPM ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണോ? CPM തീരുമാനിച്ചാൽ ജാമ്യം കിട്ടുമോ? തീരുമാനത്തിലൂടെ കിട്ടാതിരിക്കുമോ? ഒന്നുമില്ലല്ലോ. CPM നിലപാട് കുറ്റം നിലവിൽ എന്താണ് സംഭവിച്ചത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെങ്കിലും പറയാം, കുറ്റാരോപിതനാണ് നിലവിൽ. ചാർജ് ഷീറ്റ് വരുമ്പോഴാണ് എന്താണ് കുറ്റം എന്നുള്ളത് വ്യക്തമാവുക. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീജയേന്ദ്രൻ, ഇപ്പോൾ പുറത്ത് നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. കാരണം ഇത് വെറും ആരോപണമാണല്ലോ. ഇവിടെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കുറിച്ച്, ഇപ്പോൾ അടൂർ പ്രകാശം അടക്കമുള്ളവരെ കുറിച്ച് CPM മിണ്ടാൻ പാടില്ല. സോണിയാഗാന്ധിക്ക് ചരട് കെട്ടിക്കൊടുക്കാൻ പോറ്റിയെ കൊണ്ടുപോയത് ആരാണെന്ന് നിങ്ങളും ചോദിക്കാൻ പാടില്ല. കാരണം കുറ്റപത്രം വരുന്ന കേസ് വരെ നിങ്ങൾ അകത്ത് കിടക്കുന്ന ആളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാതെ നിൽക്കുകയല്ലേ. അപ്പൊ എങ്ങനെയാ പുറത്ത് സ്വന്തമായ സഞ്ചരിക്കുന്നവരെ കുറ്റം പറയാ? അല്ല, അനിൽ ബോസ് എന്റെ വായിൽ കമ്പിട്ട് കുത്തിയാൽ ഞാൻ ശരി നിങ്ങൾ കുത്തിക്കോ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടോ? സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. അതാണ് ഉണ്ടായത്. അത് സ്വാഭാവിക പ്രതികരണമാണ്. ഉരുളക്കുപ്പേരി പോലെ കൊടുത്തതാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല അല്ലേ? കാര്യമുണ്ടോ ഇല്ലയോ കോടതി വരുമല്ലോ, തീരുമാനിക്കുമല്ലോ അന്നേരം. അതപ്പോഴല്ലേ എത്ര തവണ പരാമർശങ്ങൾ വന്നിരിക്കുന്നു. പരാമർശമല്ലല്ലോ, സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഒരു കേസിൽ, ഏത് കേസിലാണെങ്കിലും ശരി, പരാമർശങ്ങൾ വെച്ചുകൊണ്ട് വാർത്തകൾ മെനയരുത് എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് ഏതെങ്കിലും മാധ്യമം കേൾക്കാറുണ്ടോ? അത് പരാമർശം വെച്ചുകൊണ്ട് തന്നെ വാർത്തകൾ ഉണ്ടാക്കും. അതാണല്ലോ പതിവ് രീതി. പരാമർശം വാർത്തയല്ല എന്ന് അങ്ങയിലെ മാധ്യമ പ്രവർത്തനം പറയുന്നുണ്ടോ ശ്രീജയേന്ദ്രൻ? പരാമർശം വാർത്തയല്ല. എന്റെ അസംഷൻ അല്ല സ്മൃതി, ഇത് പരമോന്നത കോടതി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പരാമർശം വെച്ചുകൊണ്ട് നിങ്ങൾ വാർത്ത ഉണ്ടാക്കരുത് ബഹുമാനപ്പെട്ട മീഡിയ എന്നാണ് പറഞ്ഞത്. ഓണറബിൾ മീഡിയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ജാമ്യം നിഷേധിച്ചതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്, വെറും പരാമർശമല്ല. ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതി പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് കോടതി അങ്ങനെ പറഞ്ഞു. ആ കോൺടെക്സ്റ്റ് എന്താണെന്നുള്ളത് ഇപ്പൊ എന്റെ കയ്യിലില്ല. മറ്റൊരവസരത്തിൽ ചോദിച്ചാൽ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. പത്മകുമാർ പുറത്തിറങ്ങിയ കുഴപ്പമാണ്, അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതിക്ക് അങ്ങനെ നിരീക്ഷിക്കാനുള്ള അവകാശം ഇല്ലാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കോടതിയുടെ അവകാശത്തെ കുറിച്ചല്ല ശ്രീജയേന്ദ്രൻ പറഞ്ഞത്.
Debate with Smriti Parathikkad.